നമ്മുടെ സിലബസിനകത്തെ ഒന്നാമത്തെ ടോപ്പിക്കാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സും അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ഓഫ് ഊപ്പും. നിങ്ങൾ CPP പഠിച്ചപ്പോൾ പഠിച്ചതാണ് എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം, അതുപോലെ തന്നെ അതിനകത്തെ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം. അതുകൊണ്ട് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പൊ എന്താ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ? ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു മെയിൻ കൺസെപ്റ്റിന്റെ ബേസിൽ ഉള്ളൊരു പ്രോഗ്രാമിംഗ് ആണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് കുറേയധികം കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ളത് ഒബ്ജക്റ്റ്, ക്ലാസ് എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റുകളാണ് അവിടെ മെയിൻ ആയിട്ട് വരുന്നത്. അതിന്റെ ബേസിലാണ് ആ പ്രോഗ്രാമിംഗിന്റെ എൻ്റയർ വർക്കിംഗ് മുഴുവൻ നടക്കുന്നത്. അപ്പൊ എന്താണ് ഒബ്ജക്റ്റ്, അതുപോലെ തന്നെ എന്താണ് ക്ലാസ്? ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റി അല്ലെങ്കിൽ റൺ ടൈം എൻറ്റിറ്റി ആണെന്ന് പറയാം. ഒരു ക്ലാസിന്റെ ഒരു ഇൻസ്റ്റൻസിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമേ ക്ലാസ് എന്താണെന്നുള്ള കാര്യം പഠിക്കണ്ടേ? എന്താണ് ക്ലാസ് എന്ന് പറഞ്ഞാൽ? ക്ലാസ് ഇസ് എ കളക്ഷൻ ഓഫ് മെമ്പർ ഫങ്ഷൻസ് ആൻഡ് മെമ്പർ വേരിയബിൾസ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് മെമ്പർ ഫങ്ഷൻസ് ആൻഡ് മെമ്പർ വേരിയബിൾസ്. എന്താണ് മെമ്പർ ഫങ്ഷൻ, എന്താണ് മെമ്പർ വേരിയബിൾ? നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ബേർഡ് എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് റിയൽ വേൾഡിലുള്ള എന്തിനെ വേണമെങ്കിലും ഒരു ക്ലാസ് എന്നും അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എന്നും പറയാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ റിയൽ വേൾഡിലുള്ള ഒരു ബേർഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ ആ ബേർഡിന് എന്തൊക്കെയുണ്ട്? ബേർഡിൻ്റെതായ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ ബേർഡ് ചെയ്യുന്നതായ കുറച്ചധികം ആക്ഷൻസും ഉണ്ട്. പ്രോപ്പർട്ടീസ് എന്തൊക്കെ വരും? ബേർഡിന്റെ നെയിം വരാം, ബേർഡിന്റെ കളറ് വരാം, ആ ബേർഡിന്റെ ഫീച്ചേഴ്സ് എല്ലാം അതിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് വരാം. ഇനി ബേർഡിന്റെ ആക്ഷൻസ് എന്തൊക്കെയായിരിക്കും വരുന്നത്? ആ ബേർഡ് ചെയ്യുന്ന കാര്യങ്ങളല്ല അതിന്റെ ആക്ഷൻസ് ആയിട്ട് വരുന്നത്. അതായത് പറക്കുന്നതോ കൊമ്പയിലിരിക്കുന്നതോ കഴിക്കുന്നതോ അങ്ങനെ എല്ലാ കാര്യങ്ങളുമായിരിക്കും അതിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ടേമിൽ പറയുമ്പോൾ ബേർഡ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിന് അതിന്റെ ആട്രിബ്യൂട്ടുകൾക്ക് പറയുന്ന പേരാണ് വേരിയബിൾസ് എന്ന്. ബേർഡ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിന് പറയുന്ന പേരാണ് വേരിയബിൾസ് എന്ന്. ഇനി ആ ബേർഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ആക്ഷൻസ്, അതിന് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് പറയുന്ന പേരാണ് മെമ്പർ ഫങ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന്, അല്ലെങ്കിൽ കോഡ് എന്ന്. മെമ്പർ ഫങ്ഷൻസ്, മെത്തേഡ്സ് അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നു. ഇനി ഈ ബേർഡ് പോലെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ എടുത്തു, ആ ബേർഡിനകത്ത് ഒരുപാട് ബേർഡ്സ് വരാമല്ലോ. കാക്ക വരാം, തത്ത വരാം, പ്രാവ് വരാം, മൈന വരാം, അങ്ങനത്തെ ഒരുപാട് ബേർഡ്സ് വരികയില്ലേ? അപ്പൊ അങ്ങനെയുള്ള കുറേയധികം ബേർഡ്സുകളുടെ കളക്ഷന് പറയുന്ന പേരാണ് ക്ലാസ് എന്ന്. അപ്പൊ നമുക്ക് എന്ത് പറയാം? കുറേയധികം ഒബ്ജക്റ്റുകളുടെ കളക്ഷൻ ആണ് എന്ത്? ക്ലാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ലാസിന്റെ ഒരു ഇൻസ്റ്റൻസിന് പറയുന്ന പേരാണ് ഒബ്ജക്റ്റ് എന്ന്. ക്ലാസിന്റെ ഒരു ഇനത്തിന് പറയുന്ന പേരാണ് ഒബ്ജക്റ്റ് എന്ന്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റും ക്ലാസും. ഇനി നമ്മൾ എക്സാമ്പിൾ അവിടെ നിർത്തിയിട്ട് നമ്മൾ പ്രോഗ്രാമിംഗിന്റെ ഒരു ബേസിലോട്ട് പറയുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിനകത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത്, ഡേറ്റയും കോഡും. ഒബ്ജക്റ്റിനകത്ത് വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഡേറ്റയും കോഡും. ഡേറ്റ എന്ന് പറയുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പറയുമ്പോൾ എന്തെന്ന് പറയും? മെമ്പർ വേരിയബിൾസ് അല്ലെങ്കിൽ വേരിയബിൾസ് എന്ന് പറയും. ഒബ്ജക്റ്റിനോട് കൂടിയുള്ള ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ മെമ്പർ വേരിയബിൾസ് ആണെന്ന് പറയാം. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ആക്ഷൻ എന്ന് പറയുന്നത്. ആക്ഷൻ, ഡേറ്റയോട് കൂടിയുള്ള രണ്ടാമത്തെ പാർട്ടാണ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി ആ ആക്ഷൻ നമ്മൾ പ്രോഗ്രാമിനകത്ത് വരുമ്പോൾ എന്തെന്ന് പറയും? കോഡ് അല്ലെങ്കിൽ മെമ്പർ ഫങ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് പറയാം. കോഡ് അല്ലെങ്കിൽ മെമ്പർ ഫങ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് പറയാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൂടെ ലിങ്ക് ചെയ്ത് നിൽക്കുന്ന ഒരു ഒറ്റ ആളാണ് ആര്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെയുള്ള ഒരുപാട് ഒബ്ജക്റ്റുകളുടെ കളക്ഷൻ പറയുന്ന പേരാണ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലാസിന്റെ ഒരു ഒറ്റ ഇൻസ്റ്റൻസ് എടുക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ഒബ്ജക്റ്റ് എന്ന്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ക്ലാസ് ഇസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഒബ്ജക്ട്സ് എന്നും അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് എന്നും നമുക്ക് പറയാം. ഇത്രയാണ് ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഒബ്ജക്റ്റും ക്ലാസ്സും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഈ ഒബ്ജക്റ്റും ക്ലാസ്സും യൂസ് ചെയ്യാതെ തന്നെ വേറെയും കുറച്ച് കൺസെപ്റ്റുകളും കൂടെ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? ഊപ്സിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയാണ് ഇനി താഴെ പറയുന്നത്. അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കൺസെപ്റ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. അപ്പൊ ആദ്യമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് അബ്സ്ട്രാക്ഷൻ ആണ്. It refers to providing only essential information to the outside world and hiding their background details. അപ്പോൾ റിയൽ വേൾഡ് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം, എന്നിട്ട് നമുക്ക് പ്രോഗ്രാമിലോട്ട് വരാം. നമ്മുടെ കണ്ണ് ഒരു ഉദാഹരണമായിട്ട് എടുക്കുക. നമ്മുടെ കണ്ണ്
പുറമേ നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് എങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നത്? കുറച്ച് കൺപീലിയും അല്ലെങ്കിൽ കൃഷ്ണമണിയും അങ്ങനെ മാത്രമല്ലേ കാണാൻ പറ്റുന്നുള്ളൂ. എങ്ങനെയാണ് വിഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതിനകത്ത് നടക്കുന്ന പ്രോസസ്സിനെ പറ്റി നമുക്ക് അറിയത്തില്ല. അപ്പൊ അത്രയേ ഉള്ളൂ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാല്. വേണ്ടുന്ന കാര്യം മാത്രം പുറത്ത് കാണിക്കുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഹൈഡ് ചെയ്ത് വെക്കുന്നു. അതാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ പ്രോഗ്രാമിങ്ങിലോട്ട് വരുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാമിനകത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റകൾ ഹൈഡ് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ യൂസർക്ക് വേണ്ടുന്ന ഡേറ്റകൾ മാത്രം റിവീൽ ചെയ്ത് കാണിക്കുന്നു. അതാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. സെൻസിറ്റീവ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഡേറ്റകളെ ഹൈഡ് ചെയ്ത് വെക്കുകയും യൂസറിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റകളെ മാത്രം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നൊരു മെക്കാനിസം ആണ് ഏത്? അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. എൻക്യാപ്സുലേഷൻ. Encapsulation is a process of binding data members and member functions into a single unit. ഇപ്പൊ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറഞ്ഞിരിക്കുന്നതാണ് എന്ത്? മെമ്പർ ഫംഗ്ഷൻസിനെയും ഡേറ്റ മെമ്പേഴ്സിനെയും കമ്പൈൻ ചെയ്തൊരു സിംഗിൾ യൂണിറ്റ് ആക്കുന്നതാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെയും എന്താ പറയുന്നത്? നമ്മുടെ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റിനകത്തെ രണ്ട് പാർട്ടുകളായിട്ടുള്ള വേരിയബിൾസിനെയും ഫംഗ്ഷൻസിനെയും ഒന്നിച്ചൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് റാപ്പ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എൻക്യാപ്സുലേഷൻ. എൻക്യാപ്സുലേഷൻ ഒരു എക്സാമ്പിൾ ആണ് ഏത്? ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ്സിനകത്ത് എന്തൊക്കെയുണ്ട്? വേരിയബിൾസും ഉണ്ട്, മെത്തേഡ്സും ഉണ്ട്. അപ്പൊ അവയ്ക്കുള്ളൊരു കവറിംഗ് ആണ് ആരെന്ന് പറഞ്ഞാല് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ എൻക്യാപ്സുലേഷൻ ഒരു എക്സാമ്പിൾ ആണ് ക്ലാസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇൻഹെറിറ്റൻസ്. The ability to create a new class from an existing class is called inheritance. Using inheritance, we can create a child class from a parent class such that it inherits the properties and methods of the parent class and can have its own additional properties and methods. അപ്പം നമുക്ക് റിയൽ വേൾഡിലുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് പ്രോഗ്രാമിലോട്ട് പോകാം. അപ്പൊ റിയൽ വേൾഡിൽ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ നമ്മുടെ പേരൻസിനെയും കൂടെ എടുക്കുക. അപ്പൊ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. നമ്മുടെ പേരൻസിൻ്റെതായ കുറെ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫീച്ചേഴ്സും ഉണ്ട്, കുറെ കഴിവുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ എന്തും കൂടെ ഉണ്ട്? നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് കഴിവും കൂടെ ഉണ്ട്. നമ്മുടെ പേരൻസിന് കുറച്ച് കഴിവുകളും അവരുടെ ഷേപ്പും അവരുടെ ഫീച്ചേഴ്സും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ എന്തും കൂടെ ഉണ്ട്? നമുക്ക് നമ്മുടേതായ സ്വന്തമായിട്ടുള്ള കഴിവുകളും കൂടെ ഉണ്ട്. അപ്പൊ അതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിൽ നിന്നും പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇൻഹെറിറ്റൻസ്. അപ്പൊ പുതിയ ക്ലാസ്സിന് എന്തൊക്കെ ഫീച്ചേഴ്സ് കിട്ടും? പഴയ ക്ലാസിന്റെ ഫീച്ചേഴ്സും കിട്ടും. അതുകൂടാതെ പുതിയ ക്ലാസിന്റേതായ ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യുകയും കൂടെ ചെയ്യാം. ഇനി പുതിയ ക്ലാസ്സിന് പറയുന്ന പേരാണ് ബേസ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ സബ് ക്ലാസ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് എന്നൊക്കെയാണ് പുതിയ ക്ലാസ്സിന് പറയുന്നത്. ഓൾഡ് ക്ലാസ്സിന് പറയുന്ന പേരെന്താണ്? പേരന്റ് ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് എന്നൊക്കെയാണ് ഓൾഡ് ക്ലാസ്സിന് പറയുന്ന പേര്. അപ്പൊ അത്രയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കൺസെപ്റ്റ് ആണ് പോളിമോർഫിസം. The word polymorphism means having many forms. Typically, polymorphism occurs then there is a hierarchy of classes and they are related by inheritance. അപ്പൊ റിയൽ വേൾഡിൽ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു കാറിന്റെ കീ വിചാരിക്കുക. കാറിന്റെ കീ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് വിചാരിക്കുക. ആ കീ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? കാർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം, അതോടൊപ്പം തന്നെ അതിന്റെ പെട്രോൾ ടാങ്ക് തുറക്കുകയും കൂടെ ചെയ്യാം. അപ്പൊ ആ ഒരു കീ വെച്ച് തന്നെ രണ്ട് പർപ്പസ് ഇല്ലേ? അത്രേ ഉള്ളൂ പോളിമോർഫിസം എന്ന് പറഞ്ഞാല്. ഒരേ കാര്യം തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കാര്യം വെച്ച് തന്നെ നമുക്ക് പല പർപ്പസുകൾ ചെയ്യാം. അതാണ് പോളിമോർഫസ് എന്ന് പറഞ്ഞാല്. നമ്മൾ പ്രോഗ്രാമിനകത്തും ആ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. ഫംഗ്ഷൻ ഓവർലോഡിങ്, ഓപ്പറേറ്റർ ഓവർലോഡിങ്, അതൊക്കെ പോളിമോർഫസിന്റെ പ്രോഗ്രാമിങ്ങിലുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് വരുന്ന ഊപ്സിനകത്തെ കൺസെപ്റ്റുകൾ. ഇനി വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാല് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനഫിറ്റ്സ് ഓഫ് ഊപ്പ് ആണ്. അപ്പൊ ഇതിനകത്ത് കുറച്ച് അഡ്വാൻറ്റേജുകൾ പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ ആ പോയിന്റ് ആയിട്ടുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമുക്കൊരു സെറ്റ് ഓഫ് കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കോഡ് തന്നെ വേറൊരു പ്രോഗ്രാമിനകത്തും കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് കോഡ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസിനകത്ത് തന്നെയാണെങ്കിലും നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സിനെ വെച്ച് തന്നെയാണ് പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഓൾഡ് ക്ലാസ്സിനകത്തുള്ള കോഡ് നമുക്ക് എവിടെയും യൂസ് ചെയ്യാം, പുതിയ ക്ലാസ്സിനകത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് റീയൂസബിലിറ്റി എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്താണ് ഡേറ്റ റിഡൻഡൻസി. ഈ റീയൂസബിലിറ്റിയും ഡേറ്റ റിഡൻഡൻസിയും പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്.
ഒരേ കോഡ് തന്നെ നമുക്ക് പല സ്ഥലത്ത് യൂസ് ചെയ്യാമെന്ന് തന്നെയാണ് ഡാറ്റ റിഡൻഡൻസിയും ഉദ്ദേശിക്കുന്നത്. അപ്പൊ പല പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഒരേ ഓപ്പറേഷൻ തന്നെ നമുക്ക് പലയിടത്ത് വേണ്ടി വന്നെങ്കിൽ ആ സെയിം കോഡ് തന്നെ നമുക്ക് പലയിടത്തായിട്ട് കോപ്പി ചെയ്ത് യൂസ് ചെയ്യാം. ഇനി അടുത്താണ് കോഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം ഒരു കോഡ് ക്രിയേറ്റ് ചെയ്ത ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ആ ആപ്ലിക്കേഷൻ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കോഡിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഉള്ള കോഡിനകത്ത് തന്നെ നമുക്ക് പുതിയ കോഡും കൂടെ കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റും. അതാണ് കോഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അടുത്താണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റനെ ഹൈഡ് ചെയ്തിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ മാത്രമേ നമ്മൾ പുറത്തുള്ള ഒരാൾക്ക് കാണിച്ചു കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് സെക്യൂരിറ്റി നമ്മുടെ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് ബെറ്റർ പ്രൊഡക്ടിവിറ്റി. അപ്പൊ ഈ പറഞ്ഞ ക്ലാസ്, ഒബ്ജക്റ്റ്, അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ അങ്ങനെയുള്ള കൺസെപ്റ്റുകളെല്ലാം യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിന് ഹൈ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും, നല്ലൊരു ഫിനിഷിങ്ങിനുള്ള പ്രോഗ്രാം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാല് ഈസി ട്രബിൾ ഷൂട്ടിങ്. ഇപ്പൊ നമ്മൾ പ്രോഗ്രാം ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്നും ശരിയാവണമെന്നില്ലല്ലേ. നമ്മളൊരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിലും ഒരു പ്രാവശ്യമൊക്കെ കോഡ് എഴുതി ഉണ്ടാക്കുമ്പോൾ തന്നെ ആ സ്പെസിഫിക് പർപ്പസിലോട്ട് എത്തണമെന്നില്ല. അവിടെ എററുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാം. അപ്പൊ അങ്ങനെ വന്നാലും നമുക്ക് ആ എററിനെ എല്ലാം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് ട്രബിൾ ഷൂട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് പോളിമോർഫിസം ഫ്ലെക്സിബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, മോർ ദാൻ വൺ ഫോമിനാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. ഒരേ കാര്യം വെച്ച് തന്നെ നമുക്ക് ഒരേ കാര്യം വെച്ച് തന്നെ നമുക്ക് പല പർപ്പസിലുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതാണ് പോളിമോർഫിസം ഫ്ലെക്സിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പ്രോബ്ലം സോൾവിങ്. നമ്മൾ റിയൽ വേൾഡിലുള്ള പ്രോബ്ലംസ് ആണല്ലോ നമ്മൾ പ്രോഗ്രാമിലോട്ട് ആക്കുന്നത്. അപ്പൊ ആ റിയൽ വേൾഡിലുള്ള പ്രോബ്ലംസിനെ നമുക്ക് പല പല സബ് പ്രോബ്ലംസ് ആയിട്ട് തിരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഒറ്റ എൻറ്റയർ പ്രോഗ്രാം ആയിട്ടോ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള റിയൽ വേൾഡിലുള്ള പ്രോബ്ലംസിനും കൂടെ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഊപ്സിനകത്തെ ബെനിഫിറ്റുകൾ പറയുന്നത്, ഈ 8 പോയിന്റ്. അപ്പൊ ഈ പോയിന്റ് വൈസ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഊപ്സിനകത്തെ കൺസെപ്റ്റുകളെ പറ്റി ഒന്ന് ബേസിക് ആയിട്ടുള്ള നോളജ് അറിഞ്ഞും കൂടെ വെക്കുക.